കർണാടക മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. 20-അംഗ മന്ത്രിസഭയാണ് പുനഃസംഘടിപ്പിച്ചത്. ഉത്തര കന്നഡ ജില്ലയിൽ നിന്നുള്ള MLA ആയ മംഗള വൈദ്യയെ ഒഴിവാക്കി. പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമുണ്ട്. മൈസൂരുവിൽ നിന്നുള്ള MLA തൻവീർ സേഠിന്റെ അനുയായി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. KP ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ, 60 ദിവസമാകുന്നല്ലേ ഉള്ളൂ. ഈ ഒരു പുനഃസംഘടനയെ ഇത്രയും തിടുക്കപ്പെട്ട ഒരു പുനഃസംഘടന എന്തിനായിരുന്നു? തിടുക്കപ്പെട്ടല്ല, പുനഃസംഘടന വളരെയധികം വൈകി എന്നുള്ളതാണ് കർണാടക കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ആദ്യഘട്ടത്തിൽ 14-അംഗ മന്ത്രിസഭ മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 20 അംഗങ്ങൾ കൂടി ഇന്ന് വൈകിട്ട് 4 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മലയാളിയായിട്ടുള്ള DK ശിവകുമാറിന്റെ ഏറ്റവും അടുത്ത അനുയായി കൂടിയായിരുന്ന NA ഹാരിസ് മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്ന് കരുതിയിരുന്നെങ്കിലും അദ്ദേഹം ഈ പട്ടികയിൽ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ദാവണ്ടരെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ മുൻ മന്ത്രി സമീർ അഹമ്മദ് ഖാൻ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ BJP-യിൽ നിന്ന് വന്ന മുതിർന്ന നേതാവ്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ലക്ഷ്മൺ സാവതിക്കും മന്ത്രിസഭ ബർത്ത് കിട്ടിയിട്ടുണ്ട്. മുൻ PCC അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായിരുന്ന ദിനേശ് ഗുണ്ടുറാവു പട്ടികയിൽ നിന്ന് പുറത്താണ്. സാമുദായിക സമവാക്യം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 പേർ ലിംഗായത്തുകളിൽ നിന്ന്, 5 വോക്കലിക, 3 SC, അതുപോലെ തന്നെ 3 ST, 5 SC, 3 ST, ക്രിസ്ത്യൻ 1 തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നാണ് ഈ മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യ ഹൈക്കമാൻഡ് രാവിലെ ഇറക്കിയ പട്ടികയിൽ മംഗൾ വൈദ്യ ഉത്തര കന്നഡയിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, അത് മുൻ മന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ MLA ആണ്. അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ടിരുന്നെങ്കിലും അവസാന നിമിഷം ഈ പട്ടിക പുറത്തുവന്നതിന് പിന്നാലെ ഒരു ട്വിസ്റ്റ് എന്ന രീതിയിൽ മംഗൾ വൈദ്യയെ പുറത്താക്കി ആ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു അച്ചടിപ്പിശകാണ് ഉണ്ടായത് എന്നുള്ള ഹൈക്കമാൻഡ് വിശദീകരണം, അല്ലെങ്കിൽ KPCC നൽകുന്ന വിശദീകരണം. വിവരങ്ങൾ നൽകിയത്.